ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധ്യാൻ ദേവു. ഞാൻ നല്ലൊരു മീൻകറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല പാക വെള്ളത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ, ഒരു വലിയൊരു ആവോലി മീനാണ്. നല്ല ഫ്രഷായിട്ടുള്ള നല്ല എന്താ പറയുക, നല്ല വലുതുമല്ല, ഒരു പാക വലുപ്പത്തിലുള്ള ഒരു മീനാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ നല്ല രുചിയിൽ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കണ്ടോ, ഇത് നന്നായി ചിറകൊക്കെ വെട്ടി വാലൊക്കെ കട്ട് ചെയ്ത് എടുത്തതാണ്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റിയാണിത്. ഫ്രൈ ചെയ്താലും നല്ല രുചിയാണ് ഈ മീൻ. അപ്പോൾ ഇത് മുറിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ടെടുക്കാം. കണ്ടോ, ഒരു കുറച്ച് പുളിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഒരു 1/4 മണിക്കൂർ കുതിരാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് മീനൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ നീളത്തിലല്ലാതെ ഇങ്ങനെ ക്രോസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതാ നല്ല ഫ്രഷായിട്ട് കഴുകി നല്ല ടാപ്പിൽ വെച്ചിട്ടാണ് ഞാൻ കഴുകി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വേഗം നല്ല ക്ലീനായി കിട്ടും. കണ്ടോ, ഇങ്ങനെ ക്രോസായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, വാൽ കഷ്ണമൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, തലയൊന്നും ഒഴിവാക്കിയിട്ടില്ല. തലയൊക്കെ നല്ല ടാപ്പിൽ വെച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മീൻ ഇത്രയും കഷ്ണമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ കത്രി ഉപയോഗിച്ചാണ് ഞാനിത് കട്ട് ചെയ്തിട്ടെടുത്ത്. നമുക്ക് കത്രി കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് പാചകം ചെയ്യാൻ വേണ്ട സാധനങ്ങളൊക്കെ നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു വെല്ലുള്ളിയാണ്, കുറച്ച് പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് തക്കാളി, കണ്ടോ, ഒരു 5-6 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി കണ്ടോ, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള നല്ല ഇഞ്ചിയാണ്, അതുകൊണ്ട് കുറച്ച് മതി. നമുക്ക് കുറച്ച് മീനാണ് ഉള്ളത്. ഈ ഒരു കഷ്ണം കണ്ടോ, കുറച്ച് പച്ചമുളകാണ്, നല്ല എരിവുള്ള മുളകിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഉള്ളിയിട്ട് വഴറ്റി കൊടുക്കാം. കണ്ടോ, ഒരുപാട് ഉള്ളി നമുക്ക് ആവശ്യമില്ല. ഞാൻ ഇങ്ങനത്തെ കഷ്ണം മീനോ ഇതൊക്കെ വെക്കുമ്പോൾ കുറച്ച് ഉള്ളിയുള്ളൂ ഞാൻ എടുക്കാറുള്ളൂ. കണ്ടോ, എത്ര ഉള്ളി ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് വേഗം വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കണ്ടോ, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. കണ്ടോ, നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സ്ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കണ്ടോ, ഉപ്പ് ചേർത്തപ്പോൾ തന്നെ അതിൻ്റെ നിറം ഒരു മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. 2 കഷ്ണം പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കണ്ടോ, വെളുത്തുള്ളി ഇഞ്ചി അത് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കുന്നുണ്ട്. അടി പിടിക്കാതെ കരിഞ്ഞു പോവാതെ നോക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. പുള്ളി നന്നായി വഴഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ കടിച്ച് കിട്ടില്ല. നല്ല വഴഞ്ഞതായ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള കാശ്മീരി മുളകൊന്നുമല്ല, സാധാ മുളക് പൊടി തന്നെയാണ്. ഇപ്പോൾ ഒരു സ്പൂണും കുറച്ചേം ചേർത്തിട്ടുണ്ട്. മുളക് മീൻകറിയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പോലെ ആയിരിക്കും. അപ്പോൾ പാകത്തിന് നമുക്ക് കിട്ടണം. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായി വഴഞ്ഞ് വന്നതിന് ശേഷം കരിഞ്ഞു പോവാതെ നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഒരുപാട് പുളിവെള്ളവും നമുക്ക് ആവശ്യമില്ല. അതിലേക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കറി നമ്മൾ വിചാരിച്ച മാതിരി കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഈ വെള്ളം നമുക്ക് പോരാ, കുറച്ചുകൂടി വേവാനുള്ള വെള്ളമൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഗ്ലാസ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇത്രയും വെള്ളം മതിയാകും. ഒരുപാട് വെള്ളം വെച്ച് കറി ഒരു രുചി ഉണ്ടാവില്ല. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് മുളകൊക്കെ മസാലയൊക്കെ ഇട്ടതിന് ശേഷം ആണ് തക്കാളി ചേർക്കാറ്. വഴറ്റുമ്പോൾ തക്കാളി ചേർക്കാറില്ല. അപ്പോൾ ഒരു കുറച്ച് നേരമായി. കണ്ടോ, 2-3 മിനിറ്റായി. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് തിളച്ച് കുറേ വേവരുത് മുളക്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. കുറച്ച് നേരേ ഉള്ളൂ, അതൊരു തള വരാൻ പാടുള്ളൂ. അപ്പം തന്നെ മീൻ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ മുളകൊക്കെ ഒരുപാട് വെന്ത് പിന്നെ മീൻ വേവുമ്പോൾ മീനും
മീനിൻ്റെ കൂടെ മുളക് വെന്തത് രുചിയാകെ മാറും. ഇപ്പോൾ കണ്ടോ, മീൻ നന്നായി മുങ്ങാൻ പാകത്തിലുള്ള വെള്ളമായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ്, ഒരു 3-4 മിനിറ്റ് മതി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, നല്ല പൊടി പോലുള്ള നല്ല മീനാണ് ഈ ആവോലി മീൻ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടതാണ്, അതുകൊണ്ട് ഒരിക്കലും അത് മറന്നു പോകരുത്. ഇതൊക്കെ സ്ലോ ഫ്ലെയിമിലാണ്, നല്ല സ്ലോ അല്ല, എന്നാലും ഒരുപാട് ആയിട്ടുള്ള തീ നമുക്ക് വേണ്ട. ഒരു പാകം മീഡിയം സൈസിലുള്ളൊരു തീയിലാണ് ഇതൊക്കെ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ചുകൂടി ഒന്ന് വരേണ്ടതുണ്ട്, ഫുള്ള് വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, കറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതപ്പോൾ റെഡിയായി. ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. ഒരുപാട് വീഡിയോ കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ കറി റെഡിയായതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. കണ്ടോ, ഇനി നമുക്ക് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, നന്നായി എന്താ പറയുക, കറി ചാറൊക്കെ അതിൽ വന്നിട്ടുണ്ട്. കണ്ടോ, കഷ്ണത്തിനൊക്കെ പാകമായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ കുഞ്ഞു വീഡിയോസാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ധ്യാൻ ദേവ് എന്നുള്ള ചാനൽ എല്ലാവരും ഒന്ന് കാണണം. കാണുമ്പോൾ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ കുഞ്ഞു വീഡിയോസാണ്, എല്ലാവരും മുൻപേ ഇട്ട വീഡിയോസൊക്കെ ഒന്ന് കാണണം. അപ്പോൾ നോക്കൂ, ആ ഒരു മീനാണ് ഇത്രയും കഷ്ണങ്ങൾ പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കുക. കാരണം ഒരുപാട് ലൂസും വന്നിട്ടില്ല, നല്ല ടൈറ്റും അല്ല. ആ ഒരു കറിയുടെ വെള്ളം അതൊക്കെ പാകത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ തന്നെ വെക്കാൻ ശ്രമിക്കണം. നല്ല രുചിയാണ്. ഒരുപാട് മുളക് ഉള്ളി ഒന്നിട്ട് കേടുവരുത്തത്. അപ്പോൾ ഇനി നല്ല വീഡിയോസായി ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുവരെ ഓക്കെ, ബായ്.